ഗുഡ് മോർണിംഗ്. ഇപ്പൊ രാവിലെ 7 മണി. ഞങ്ങള് കുറച്ച് അമ്പലങ്ങളിൽ പോവാനായിട്ട് പോവാട്ടോ. കുറച്ച് അമ്പലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 4 അമ്പലങ്ങള്. അത് കുറച്ച് ദൂരെയുള്ള അമ്പലങ്ങളാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തവും പുരാതനവുമായിട്ടുള്ള ക്ഷേത്രങ്ങളിലാണ് നമ്മൾ പോണത്. പോകുമ്പം പറ്റുന്ന ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം പോകുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇത് തെക്കൻ പഴനി എന്നും കേരള പഴനി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ വിഗ്രഹം ഉണ്ടല്ലോ, നല്ല വലിയ വിഗ്രഹമാണ് സുബ്രഹ്മണ്യന്റെ വിഗ്രഹം. ചതുർബാഹുവായ ബാലസുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഞങ്ങള് പണ്ട് ഞങ്ങളുടെ കുഞ്ഞിലെ എല്ലാ വർഷവും ഗുരുവായൂർ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. ആ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഹരിപ്പാട്, മണ്ണാറശാല, അമ്പലപ്പുഴ, അങ്ങനെ തൃപ്രയാർ, കൊടുങ്ങല്ലൂർ, പിന്നെ ഇങ്ങനെയൊക്കെ കയറി അവസാനമാണ് ഗുരുവായൂരെത്തുക. അപ്പം ഇതായിരുന്നു നമ്മുടെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അമ്പലങ്ങളാണ് കൂടുതലും. ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെയായിരുന്നു പോണേ, കസിൻസ് എല്ലാവരും കൂടെ. അപ്പം പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ വരാൻ പറ്റാറില്ല. അങ്ങനെ ഗുരുവായൂർ പോകുമ്പോൾ ഡയറക്റ്റ് അങ്ങ് ഗുരുവായൂർ പോയി സ്റ്റേ ചെയ്ത് അവിടെ തൊഴുതിട്ട് വരാറാണ് പതിവ്. പിന്നെ ഇങ്ങനെ ഇവിടെയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് തന്നെ ഇറങ്ങാറാണ് പതിവ്. ഇപ്പോൾ കുറച്ച് നാളായി കേട്ടോ ഇവിടോട്ടൊക്കെ വന്നിട്ട്. അപ്പം ഇതാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടുന്ന് നമ്മളിനി നേരെ പോകുന്നത് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലോട്ടാണ് പോണത് കേട്ടോ. ഇതാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. പുറത്തുള്ള കാഴ്ചകൾ മാത്രമാണ്. ഉള്ളിലോട്ട് കയറുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവാണ്. ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് കാവ്, മരങ്ങളിങ്ങനെ ഇടതൂർന്ന് വളർന്ന് നിൽക്കുന്ന വലിയ കാവ്. അവിടെ ഏതാണ്ട് 30,000-ലധികം സർപ്പരൂപങ്ങളുണ്ട് ആ കാവിൽ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു അന്തരീക്ഷമാണ്. ഇത് ക്ഷേത്രക്കുളമാണ് കേട്ടോ. അപ്പം അതിനകത്ത് കയറി കഴിഞ്ഞാൽ ശരിക്കും വേറൊരു അന്തരീക്ഷമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സൈലൻസും ചീവിടിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടല്ലോ, നമ്മളൊരു കാട്ടിലൊക്കെ എത്തിപ്പെട്ടാലുള്ള ഒരു പ്രതീതി, പക്ഷികളുടെ ശബ്ദവും ഇതൊക്കെ മാത്രമേ കേൾക്കാനുണ്ടാവൂ. അപ്പം ഇത് ഭയങ്കര നല്ല ക്ഷേത്രമാണ്. ഉരുളി കമിഴ്ത്തലൊക്കെ അവിടുത്തെ പ്രധാന വഴിപാടാണ് കേട്ടോ. കുട്ടികളില്ലാത്തവർക്ക് ഉരുളി കമിഴ്ത്തുന്ന നേർച്ചയുണ്ട് അവിടെ. അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അത് ഗുരുവായൂർ പോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ ഇതുപോലെ നിറച്ച് കടകളാണ് കേട്ടോ. അവിടെ നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ ഇഷ്ടംപോലെ കൃഷ്ണ വിഗ്രഹങ്ങളും അല്ലാത്ത ഒരുപാട് കടകൾ അവിടെയുണ്ട്. നല്ല രസമാണ് കാണാൻ. നമ്മൾ ചെറിയ ഗുരുവായൂരെത്തിയ ഒരു പ്രതീതി നമുക്ക് ഫീൽ ചെയ്യും അവിടെ എത്തുമ്പം. ഇവിടെ കൃഷ്ണന്റെ പാർത്ഥസാരഥി, അതായത് അർജുനന്റെ സാരഥിയായിട്ടുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പിന്നെ ഞാൻ അവിടുന്ന് പൂജാ സാധനങ്ങളൊക്കെ വെളിയിൽ ഇങ്ങനെ വെച്ച് നല്ല രസമുണ്ട്. ഒരു തട്ടിൽ ഒരു കിഴി, പിന്നെ ഒരു തുളസി മാല, പൂക്കൾ, പഴം, പിന്നെ വെണ്ണ, ഒരു ചെറിയ കുടത്തിൽ വെണ്ണ, ഇതൊക്കെ അകത്ത് കൊടുത്തു കഴിയുമ്പം നമുക്കത് പൂജിച്ചിട്ട് വെണ്ണയും പഴമൊക്കെ തിരിച്ചു തരും. അങ്ങനെ അതൊക്കെ മേടിച്ച് ഇനി അമ്പലത്തിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിലോട്ട് കയറാണ്. ഇതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥി ഭാവത്തിലുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഗുരുവായൂർ പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന് തൊഴുതാലും മതി. ഇതാണ് ഞാൻ മേടിച്ച തട്ടം. ഞാൻ പറഞ്ഞില്ലേ, ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ആ കുടത്തിലെ വെണ്ണ ഉണ്ടോ, നല്ല രസമുണ്ട്. ഇനി ഇത് പൂജിച്ച് നമുക്ക് തിരിച്ചു തരും. അയ്യോ, എന്തൊരു രുചിയായിരുന്നു എന്നറിയോ വെണ്ണ. പഴവും പഴത്തിനകത്ത് പഞ്ചസാരയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ തിരിച്ചു കിട്ടിയത്. ഭയങ്കര രുചിയുണ്ടായിരുന്നു. ഇനി ലോകപ്രസിദ്ധമായിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായസം എല്ലാവരും കേട്ട് കാണുമല്ലോ. അത്ര രുചിയുള്ളൊരു പായസം എങ്ങും കുടിച്ചിട്ടുണ്ടാവില്ല ആരും. അത്ര ടേസ്റ്റാണ്. അതിൻ്റെ കളർ തന്നെ ഒരു പിങ്ക് കളറിലുള്ള അരിപ്പായസമാണ്. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ എപ്പോഴും ഭയങ്കര ക്യൂ ആണ് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ വന്ന് നമ്മൾ എഴുതിപ്പിക്കണം ആദ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ. നമ്മൾ 12 മണിയായി തൊഴുതൊക്കെ ഇറങ്ങിയപ്പം.
അപ്പം ഇനി 1:30 കഴിഞ്ഞിട്ടേ പായസത്തിനുള്ള റെസിപ്റ്റ് തരുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പായസം കിട്ടും. അപ്പം ആ റെസിപ്റ്റ് എഴുതാനുള്ള ക്യൂ ആണ് ദേ ഇവിടെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ഏതാണ്ട് 1:30 മണിക്കൂറിൽ കൂടുതൽ ആ ക്യൂവിലിരുന്നു. പായസം കുടിച്ചേ പോകുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങൾ പായസം എന്തായാലും വേണം എന്ന് വിചാരിച്ചു. അങ്ങനെ ദേ 1:30 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പായസം കിട്ടിയത്. 1 ലിറ്ററിൻ്റെ ടിന്നാണ് കേട്ടോ ഇത്. ഭയങ്കര രുചിയാണ് കേട്ടോ ഈ പായസം. അങ്ങനെ നമ്മൾ കണ്ണനോടെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അമ്പലപ്പുഴ അമ്പലം എല്ലാവരും ഒന്നുകൂടെ കണ്ടോളൂ. ഇനിയത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം ഭക്ഷണം കഴിക്കുക. അത്ര ടയേർഡായി, രാവിലെ ഇറങ്ങിയതാണ്. അപ്പം എല്ലാവർക്കും വിശപ്പായി. അപ്പം നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ആര്യാസ് കണ്ടു. വെജിറ്റേറിയൻ തന്നെ മതി നമുക്ക്. രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കയറി. പക്ഷേ അടിപൊളി ഫുഡായിരുന്നു എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പരിപ്പും സാമ്പാറും അവിയൽ എല്ലാം ഒന്നിനൊന്നിനും വെച്ചും കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പോണത്, നമ്മൾ ഇതുവരെ പോയതെല്ലാം ആലപ്പുഴയുള്ള അമ്പലങ്ങളിലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ കായംകുളത്തെത്തി. കായംകുളത്ത് ഓച്ചിറ അമ്പലം, ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. കേട്ടാണല്ലോ ഈ പാട്ട്. ആ ഓച്ചിറയാണ് ഈ ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രമാണിത്. ഭയങ്കര വ്യത്യസ്തമാണ് ബാക്കിയുള്ള ക്ഷേത്രം. ഇവിടെ അങ്ങനെ ശ്രീകോവിലോ ഒരു നിശ്ചിത പൂജയോ പ്രതിഷ്ഠ അങ്ങനെയൊന്നുമല്ല. ഇവിടെ പ്രകൃതി, വൃക്ഷങ്ങൾ ഒക്കെ സർവ്വവ്യാപിയായ ദൈവമായിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നത്. പിന്നെ ഇതാണ് ഓച്ചിറ ക്ഷേത്രം. അവിടെ എത്തിയപ്പോൾ നല്ല മഴയായി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ബൈ.